ഇന്ന് ഏപ്രിൽ 26 ലോകം മുഴുവനും പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു മേരി മജോറെ ബസിലിക്കയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകൾ പ്രാർത്ഥനാപൂർവ്വം പങ്കുകൊള്ളുവാൻ വേണ്ടി. അതേക്കുറിച്ച് ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകൾ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ എല്ലാ കാർഡിനൽമാർക്കുമായുള്ള അഭിസംബോധന ചെയ്തത് ലിറ്റർജിക്കൽ സെലിബ്രേഷന് തലവനായ ആർച്ച് ബിഷപ്പ് ദിയുഗോ റാവലിയാണ്. അദ്ദേഹം പ്രത്യേകമായിട്ട് പരിശുദ്ധാവിന്റെ ശവസംസ്കാരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതായത് ഇറ്റ് വിൽ ബി എ ഫ്യൂണറൽ ഓഫ് എ ഷെപ്പേർഡ്, നോട്ട് ഓഫ് എ സോവറിൻ. അതായത് പരിശുദ്ധ പിതാവിന്റെ ശവസംസ്കാരം എന്ന് പറയുന്നത് ഒരു സാധാരണ ഇടയന്റെ ഒരു ശവസംസ്കാരമായിരിക്കും, മറിച്ച് ഒരു രാജകീയമായ ശവസംസ്കാരം ആയിരിക്കില്ല എന്ന് എല്ലാ കർദിനാൾമാരെയും ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതിന് പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അതായത് തന്റെ മരണശേഷം രാജകീയമായ ഒരു സംസ്കാരം തനിക്ക് നൽകാതെ സാധാരണക്കാരനെ പോലെ തന്നെ മണ്ണിൽ തറയിൽ അടക്കം ചെയ്യണമെന്ന് തന്റെ ആത്മകഥയിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ആരംഭിക്കുമ്പോൾ അത് ഇവിടെ എത്തിച്ചേരുവാൻ ഏകദേശം അരമണിക്കൂർ സമയമാണ് എടുക്കുന്നത്. അവിടെ നിന്നും ഇവിടേക്ക് ഏകദേശം 6 കിലോമീറ്ററോളം ദൂരമുണ്ട് മേരി മജോറെ ബസിലിക്കയിൽ എത്തിച്ചേരുവാനായി. മേരി മജോറെ ബസിലിക്കയിലേക്കുള്ള വിലാപയാത്ര എന്ന് പറയുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും പെറൂജിയൻ ഗേറ്റ് വഴി ആരംഭിച്ച് പ്യാറ്റ്സ വെനീസിലൂടെ പുറപ്പെട്ട് വീണ്ടും കൊളോസിയത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്നുമാണ് മേരി മജോറെ ബസിലിക്കയിലേക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹവുമായി മൃതസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്ന ഇതാണ്. ഇന്നലെ നമുക്കറിയാവുന്ന പോലെ ഇന്നലെ രാത്രി റോമൻ സമയം 8 മണിക്കായിരുന്നു പരിശുദ്ധ പിതാവിന്റെ കോഫിൻ മൂഡ് ചെയ്ത് ക്ലോസിംഗ് സെറമണിയിലൂടെ പ്രത്യേകമായിട്ട് കമർലിംഗോ, കർദിനാൾ കെവിൻ ഫാരസ്. അതിനുശേഷം പരിശുദ്ധാവിന്റെ മുഖം ആർക്കും കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം ഈ വിലാപയാത്രയിലൂടെ വരുമ്പോൾ പരിശുദ്ധാവിനെ വെച്ചിരിക്കുന്ന പൗതി ശരീരം വെച്ചിരിക്കുന്ന കോഫിൻ എല്ലാവർക്കും വിസിബിൾ ആയിട്ട് കാണുവാൻ സാധിക്കുന്ന വിധത്തിലാണ് അവർ വിലാപയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി ഫ്രാൻസിസ് പിതാവിന്റെ മൃതദേഹം വിലാപയാത്രയായി മേരി മജോറെ ബസിലിക്കയിൽ എത്തിയതിനു ശേഷം നടക്കുന്ന ശുശ്രൂഷകൾ എന്ന് പറയുന്നത് അത് തികച്ചും സ്വകാര്യമായ ഒരു ശുശ്രൂഷയായിരിക്കും. നമുക്കറിയാമല്ലോ, മേരി മജോറെ ബസിലിക്ക വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയ ബസിലിക്കയാണ്. എന്നിരുന്നാലും ആ ശുശ്രൂഷകൾ ഇവിടെ നടക്കുമ്പോൾ അതേ സമയത്ത് തന്നെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സ്ക്വയറിൽ നിൽക്കുന്ന ജനലക്ഷങ്ങൾക്ക് അതിൽ പങ്കെടുക്കുവാനായി സ്ക്രീനിൽ വിസിബിളായ രീതിയിൽ അവസരമുണ്ടായിരിക്കും.